പല്ലിലെ വേദന നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരു ചെറിയ ഇൻഫെക്ഷൻ പോലും നിങ്ങളുടെ പല്ലിനെയോ പുഞ്ചിരിയെയോ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കരുത്. റൂട്ട് കനാൽ ചികിത്സ വഴി എങ്ങനെ പല്ല് സംരക്ഷിക്കാമെന്നും നീണ്ടു നിൽക്കുന്ന ആശ്വാസം നൽകാൻ സഹായിക്കുന്നുവെന്നും നമുക്ക് കണ്ടെത്താം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും മിഥ്യാധാരണകളും മാറ്റാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ സുദർശനൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് റൂട്ട് കനാൽ ചികിത്സയെ പറ്റിയാണ്. പണ്ടൊക്കെ പല്ലുവേദന വരുമ്പോൾ സാധാരണയായി എടുക്കാറാണ് പതിവ്. എന്നാൽ ഇന്ന് ടെക്നോളജി വളർന്നതോടെ പല്ല് സംരക്ഷിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്താണ് റൂട്ട് കനാൽ ചികിത്സ? ഇതൊരു ദന്ത ചികിത്സാ രീതിയാണ്. നമ്മുടെ പല്ലിന് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. പല്ലിൽ വേദന വരുമ്പോഴാണ് എല്ലാ പേരും ഡെന്റിസ്റ്റിനെ കാണുന്നത്. ഇനാമിൽ കേടുവരുമ്പോൾ സാധാരണയായി വേദന എടുക്കാറില്ല. ഡെന്റിൽ കേടെത്തുമ്പോൾ പല്ലുപൊളിപ്പ് അനുഭവപ്പെടുന്നു. എന്നാൽ 3ാമത്തെ ലെയറായ പൾപ്പിൽ കേടെത്തുമ്പോഴാണ് പല്ലിന് വേദന വരുന്നത്. കാരണം പൾപ്പിൽ രക്തക്കുഴലുകളും ഞരമ്പുകളും ഉണ്ട്. ഇനാമിൽ കേടുവരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. എന്നാൽ വേദന വരാത്തതിനാൽ ആരും കാര്യമായി എടുക്കാറില്ല. അത് പിന്നീട് പൾപ്പിൽ എത്തുമ്പോഴാണ് സിവിയർ പെയിൻ വരുന്നത്. അപ്പോഴാണ് ഡെന്റിസ്റ്റിനെ കാണുന്നത്. എന്നാൽ ആ സമയത്ത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് മാത്രമേ ഓപ്ഷനുള്ളൂ. എന്നാൽ ഫസ്റ്റ് ലെയറിൽ തന്നെ കേടുവരുമ്പോൾ കാണിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഫില്ലിംഗ് കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതിനാൽ കേട് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഡെന്റിസ്റ്റിനെ കാണാൻ കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല കേട് ആരംഭിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഒരു 6 മാസവും ഡെന്റിസ്റ്റിനെ കണ്ട് ചെക്കപ്പ് നടത്തേണ്ടതാണ്. ഇപ്പോൾ കുട്ടികളിൽ തന്നെ ഈ പ്രൊസീജിയർ നമ്മൾ കേൾക്കാറുണ്ട്. ഇതിനെ നാം പൾപെക്ടമി എന്നാണ് പറയുന്നത്. പാൽപ്പല്ലുകളെ സംരക്ഷിക്കുന്നത് അതൊരു സ്പേസ് മെയിൻറ്റെയിനറായിട്ട് ആക്ട് ചെയ്യും. അതിനാൽ കേട് പൾപ്പിൽ വന്നു കഴിഞ്ഞാൽ പൾപെക്ടമി ചെയ്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗൺ വെച്ച് പല്ലിനെ സംരക്ഷിക്കും. ഇത് പെർമനന്റ് ടീത്ത് വരുന്നതിന് മുമ്പ് സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആദ്യമായി ഡെന്റിസ്റ്റ് എക്സ്റേ എടുക്കും. എത്രത്തോളം റൂട്ട്സ് ഉണ്ട്, അതുപോലെ എത്ര റൂട്ട് ഉണ്ട്, എത്ര കനാൽസ് ഉണ്ടെന്നൊക്കെ അറിയാൻ സാധിക്കും. തൊട്ടടുത്ത പല്ലുകളുടെ അവസ്ഥയും അറിയാൻ സാധിക്കും. അതുപോലെ വേരിന്റെ അറ്റത്ത് കേടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പെരിയപ്പിക്കൽ ആബ്സസ് എന്നാണ് പറയുന്നത്. ഈ അവസ്ഥകളിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് മാത്രം കൊണ്ട് നമുക്ക് പല്ലിനെ സംരക്ഷിക്കാൻ സാധിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അപ്പിസെക്ടമി എന്ന പ്രൊസീജിയർ കൂടി ചെയ്യേണ്ടി വരും. ഇതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. ചിലപ്പോൾ പല്ല് പൊട്ടിയതാകാം, അതുപോലെ ആക്സിഡന്റോ ട്രോമയോ ഒക്കെ വന്ന് പൊട്ടിയതാകാം, അല്ലെങ്കിൽ കേട് പൾപ്പിലെത്തിയതാകാം. അങ്ങനെ പല കാരണങ്ങളാണ് RCT ചെയ്യാനുള്ളത്. RCT ചെയ്യാൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ജീവനുള്ള പല്ലാണെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് ആ ഭാഗം മരവിപ്പിക്കും. ജീവനില്ലാത്ത പല്ലാണെങ്കിൽ ലോക്കൽ അനസ്തേഷ്യയുടെ ആവശ്യം വരുന്നില്ല. അതിനുശേഷം ആ കേടിൽ കൂടി ഒരു ഹോൾ ഉണ്ടാക്കി പൾപ്പിൽ ഒരു ആക്സസ് ഉണ്ടാക്കും. പൾപ്പിൽ എത്തിയതിനു ശേഷം നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ്. ഈ ആക്സസ് ഉണ്ടാക്കുന്നതിന് പറയുന്നതാണ് ആക്സസ് ഓപ്പണിംഗ് എന്ന്. അതിനുശേഷം ഡോക്ടർ കനാൽസ് കണ്ടുപിടിക്കും, അതിനെ ക്ലീൻ ചെയ്യും. ഇതിന് നമ്മൾ ബയോമെക്കാനിക്കൽ പ്രിപ്പറേഷൻ എന്നാണ് പറയുന്നത്. തിൻ ഫയൽസ് ഉപയോഗിച്ചാണ് ക്ലീനിങ് ആൻഡ് ഷേപ്പിംഗ് എന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. കനാൽസ് ക്ലീൻ ചെയ്തതിനു ശേഷം അതിനെ ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് പ്രൊസീജിയർ ചെയ്യും. നെക്സ്റ്റ് വിസിറ്റിൽ നമ്മൾ ഒബ്സർവേഷനാണ് ചെയ്യുന്നത്. ഒബ്സർവേഷനിൽ ഒരു ബയോകോമ്പാറ്റബിൾ മെറ്റീരിയൽ, അതായത് ശരീരത്തിന് ഹാനികരമല്ലാത്തൊരു മെറ്റീരിയൽ ഉപയോഗിച്ച് കനാൽസ് ഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മെറ്റീരിയലിനെ നമ്മൾ പറയുന്നത് ഗട്ടാ പെർച്ച എന്ന് പറയും. അതിനുശേഷം ഹോട്ട് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് സീൽ ചെയ്യും. സാഹചര്യങ്ങളിൽ പെർമനന്റ് ഫില്ലിംഗ് ചെയ്യും. അതായത് ഇൻഫെക്ഷൻ ഒന്നുമില്ല, പെയിൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ഫില്ലിംഗ് തന്നെ ചെയ്യാം. മിക്കവാറുമുള്ള സാഹചര്യങ്ങളിൽ ടെമ്പററി ഫില്ലിംഗ് വെച്ചതിന് ശേഷം കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് പെർമനന്റ് ഫില്ലിംഗ് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രൊസീജിയറിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും പെയിനോ ഡിസ്കംഫോർട്ടോ ഉണ്ടെങ്കിൽ ആ സമയത്ത് മരുന്ന് വെച്ച് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് വിസിറ്റിൽ നെക്സ്റ്റ് പ്രൊസീജിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വിസിറ്റിൽ ക്യാപ്പ് ഇടാനുള്ള അളവെടുക്കും. ശേഷം 2-3 ദിവസം എടുക്കും ലാബിൽ നിന്ന് ക്യാപ്പ് കിട്ടാനായിട്ട്. അപ്പോൾ ക്യാപ്പ് വയ്ക്കും. എനിക്കിപ്പോൾ ക്യാപ്പ് വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട്. റൂട്ട് കനാൽ ചെയ്ത പല്ല് ബലം പോകും. ഈ സാഹചര്യത്തിൽ പല്ല് പൊട്ടാതിരിക്കാനായിട്ടാണ് നമ്മൾ ക്യാപ്പ് വയ്ക്കുന്നത്. പല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള പല്ലുകളിൽ. അതിനാൽ നമ്മൾ ക്യാപ്പ് ഇടുമ്പോൾ പല്ല് പൊട്ടാതിരിക്കാൻ അത് സഹായിക്കുന്നു. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3 വിസിറ്റ് സാധാരണയായി എടുക്കാറുണ്ട്.
ഇനിയിപ്പോ ഇമർജൻസി ആണ്, ഇൻഫെക്ഷൻ ഒന്നുമില്ല, നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ വിസിറ്റിലും ചെയ്യാം. അടുത്ത സംശയം, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേദന എടുക്കുമോ? ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ അല്ലെങ്കിൽ മരവിപ്പിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇത് കാരണം ഭൂരിഭാഗം ആൾക്കാരിലും വേദന എടുക്കാറില്ല. RCT ചെയ്ത പല്ല് വേദന എടുക്കുമോ? കുറച്ച് ദിവസത്തേക്ക് വേദന എടുക്കാം. എന്നാൽ 2 വീക്സ് കഴിഞ്ഞിട്ടും പെയിൻ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണും. സാധാരണഗതിയിൽ RCT കഴിഞ്ഞ പല്ല് വേദന കാണില്ല. ചിലപ്പോൾ തൊട്ടടുത്ത പല്ലിന് കേട് വന്നിട്ട് അത് വേദന ഉണ്ടാക്കാം. അതിനാൽ എക്സ്റേ എടുത്തൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. എത്ര നാൾ നിൽക്കും RCT ചെയ്ത പല്ല് അല്ലെങ്കിൽ ക്രൗണ്? ശരിക്കും ലോങ് ലാസ്റ്റിംഗ് ലൈഫാണ് ഇതിന് പറയുന്നത്. എന്നാൽ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത ഒരു പല്ല് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അതിനുള്ളത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ റീ ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. അതായത് അതിൽ തന്നെ പിന്നീട് വീണ്ടും കേട് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വീണ്ടും RCT ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കേട് വേരിന്റെ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ അപ്പിസെക്ടമി എന്ന പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. അപ്പിസെക്ടമി എന്ന് പറയുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇൻഫെക്ഷൻ മാറത്തുള്ളൂ. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഒരു എഫക്റ്റീവ് വേ ആണ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പല്ലിനെ സംരക്ഷിക്കാനുള്ള ഒരു ഫലപ്രദമായ ഒരു മാർഗമാണ് റൂട്ട് കനാൽ ചികിത്സ. ഇത് രോഗികൾക്ക് അവരുടെ സ്വാഭാവിക പുഞ്ചിരി നിലനിർത്താനും വായുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളും അനസ്തേഷ്യയും ഉപയോഗിച്ച് ചെയ്യുന്നതിനാൽ RCT വേദനരഹിതമായ ഒരു പ്രക്രിയയാണ്. ഇതൊരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് ലഭിക്കും. പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അത് പരിഹരിക്കുന്നത് കൂടുതൽ സങ്കീർണമായ ട്രീറ്റ്മെന്റിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പല്ലിനെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും മിഥ്യാധാരണകളും ഒരു പരിധി വരെ മാറ്റാൻ ഈ വീഡിയോ സഹായിച്ചു എന്ന് കരുതട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദയവായി കമന്റ് ഇടാം. ഇനി എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി അറിയണമെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സിനായി ഈ അറിവ് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.